സോ മക്കളെ, നമുക്ക് പ്രീവിയസ് ഇയറിൽ ചോദിച്ച എയിംസിലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ് ഞാനിപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമുക്ക് എയിംസ് എക്സാമും ജിപ്മർ എക്സാമും പിന്നെ നമ്മുടെ നീറ്റ് എക്സാം എല്ലാം കൂടെ ഒരുമിച്ചാണ് കേട്ടോ. നീറ്റ് നിങ്ങൾക്ക് അറിയായിരിക്കും, പലർക്കും അറിയായിരിക്കും. സോ എന്നിരുന്നാലും എയിംസിലെ പ്രീവിയസ് ഇയർ ചോദിച്ച ക്വസ്റ്റ്യൻസ് വെറുതെ ഒന്ന് കണ്ണോടിക്കുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ചില നല്ല ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ് ഒക്കെ ചിലപ്പോൾ കാണാം, കുറച്ച് ഔട്ട് ചിലപ്പോൾ ഉണ്ടാകും. എന്നിരുന്നാലും ഇത്തരം ഔട്ടുകൾ മാത്രമേ നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഇതിലപ്പുറം ഔട്ടുകളൊക്കെ നമുക്ക് നോക്കണം. ഒന്നോ രണ്ടോ ഔട്ടുകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നോ രണ്ടോ ഔട്ടുകൾ മാത്രമേ ചോദിക്കുകയുള്ളൂ. ബാക്കിയൊക്കെ NCERT നിങ്ങളൊന്നും പഠിച്ചില്ലെങ്കിൽ NCERT 100% കവർ ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, ദ സ്റ്റേജ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ദ സ്റ്റേജ് ഡ്യൂറിംഗ് which the respiratory center is inhibited is termed as എന്നാണ് ചോദിച്ചത്. ആക്ച്വലി സ്പീക്കിംഗ്, ദ സ്റ്റേറ്റ് റെസ്പിറേറ്ററി റിതം സെന്ററിന്റെ പണി എന്താ? നമുക്കറിയാം, റെസ്പിറേറ്ററി റിതം സെന്റർ നമ്മുടെ നോർമൽ റെസ്പിറേഷനെ കൺട്രോൾ ചെയ്യുന്നതാണ്. സോ റെസ്പിറേറ്ററി റിതം സെന്ററിനെ ഇൻഹിബിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും ഈ നോർമൽ റെസ്പിറേഷൻ നടക്കൂല. സോ ദർ വിൽ ബി വാട്ട്, നമ്മുടെ റെസ്പിറേഷൻ നടക്കാത്തത് കൊണ്ട് സാധാരണ റെസ്പിറേഷനിലൂടെയാണ് നമ്മുടെ ബോഡിയിൽ ആവശ്യമുള്ള എന്ത് വരുന്നത്, ആവശ്യമുള്ള ഓക്സിജൻ എത്തുന്നത് അല്ലേ. സോ ദർ വിൽ ബി ഡെഫിനറ്റ്ലി ഡിക്രീസ്ഡ് ഓക്സിജൻ ഇൻ ബ്ലഡ്. ഇങ്ങനെ ഡിക്രീസ്ഡ് ഓക്സിജൻ ഇൻ ബ്ലഡ്, അതിനൊരു പേരുണ്ട്, ദാറ്റ് ഈസ് കാൾഡ് അനോക്സിയ. അനോക്സിയ എന്ന് വെച്ചാൽ ഡിക്രീസ്ഡ് ഓക്സിജൻ. സോ ദ ആൻസർ വിൽ ബി അനോക്സിയ. ഈ ആസ്ഫിക്സിയ, സഫോക്കേഷൻ, ചോക്കിങ് എന്നൊക്കെ പറയുന്നത് ശ്വാസം മുട്ടുന്ന കണ്ടീഷനാണ് കേട്ടോ. ആസ്ഫിക്സിയ എന്ന് പറയുമ്പോൾ മെക്കാനിക്കൽ ആസ്ഫിക്സിയ, നമ്മൾ ഈ ശ്വാസം, ഫോർ എക്സാമ്പിൾ ഹാങ്ങിങ് ഈസ് എ ടൈപ്പ് ഓഫ് ആസ്ഫിക്സിയ എന്ന് പറയും. സഫോക്കേഷനും ഇങ്ങനെ ശ്വാസം മുട്ടുന്ന ഒരവസ്ഥയാണ്. ചോക്കിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കുടുങ്ങിക്കഴിഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ ട്രക്കിയൽ കുടുങ്ങിയാൽ കുടുങ്ങിയാൽ ഉണ്ടാവുന്ന ആ കണ്ടീഷനാണ് ചോക്കിങ് എന്നൊക്കെ പറയുക അല്ലേ. സോ ദാറ്റ് ഈസ് ആൻസർ വിൽ ബി അനോക്സിയ. ഹാംബർഗേഴ്സ് ഫിനോമിനൻ, ഇത് ഞാൻ പറഞ്ഞു. ഹാംബർഗേഴ്സ് ഫിനോമിനൻ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോപ്പ് യു റിമെമ്പർ. ഹാംബർഗേഴ്സ് ഫിനോമിനൻ എന്തായിരുന്നു? നമ്മുടെ RBCന്റെ അകത്ത് അല്ലേ, RBCന്റെ അകത്ത് നടന്നൊരു റിയാക്ഷൻ പറഞ്ഞിരുന്നല്ലോ. സോ ദാറ്റ് ഈസ് യെസ്, നമ്മുടെ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ സമയത്ത് കാർബൺ ഡയോക്സൈഡും പിന്നെ അതേപോലെ തന്നെ വാട്ടറും കൂടി ചേരുന്നു, H2CO3 ഉണ്ടാകുന്നു അല്ലെ. H2CO3 ഇത് റിവേഴ്സിബിൾ റിയാക്ഷൻ ആണ്. ഇത് സ്പ്ലിറ്റ് ചെയ്തിട്ട് എന്തൊക്കെ ഉണ്ടാകും? H+ പ്ലസ് HCO3 മൈനസ് ഉണ്ടാകുന്നു. ഈ HCO3 മൈനസ് നമ്മുടെ പ്ലാസ്മയിലേക്ക് പോകുന്നു. അപ്പം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി, ഈ HCO3 മൈനസ് രൂപത്തിലാണ് ഈ കാർബൺ ഡയോക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. സോ ഈ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ അവിടുന്ന് ഇവിടുത്തെ മൈനസ് കുറച്ച് പോയില്ലേ, ആ മൈനസ് പുറത്ത് പോകുന്ന സമയത്ത് ക്ലോറിൻ ഒന്ന് അകത്തേക്ക് കയറുകയാണ്. സോ ദാറ്റ് ഈസ് കാൾഡ് ക്ലോറൈഡ് ഷിഫ്റ്റ് ഓർ ഹാംബർഗർ ഫിനോമിനൻ. സോ ദ ആൻസർ വിൽ ബി ക്ലോറൈഡ് ഷിഫ്റ്റ് മെക്കാനിസം. സിമ്പിൾ അല്ലേ? ഓക്കെ. Now, next question. How much amount of oxygen is present in 1 gram of hemoglobin? ഇതും ഒരു ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 1 gram of hemoglobin നമ്മൾ ആകെ പഠിച്ചത് എന്തായിരുന്നു? നമ്മുടെ ഓക്കെ. സോ ഹൗ മച്ച് എമൗണ്ട് ഓഫ് ഹീമോഗ്ലോബിൻ ഈസ് പ്രസന്റ് ഇൻ 1 gram of hemoglobin എന്നാണ് ചോദിച്ചത്. സോ നമ്മൾ ആകെ പഠിച്ചത്, യെസ്, ഹോപ്പ് യു റിമെമ്പർ, നമ്മുടെ 100 ml അല്ലേ. 100 ml നമുക്ക് ചോദ്യം വരിക ഈ ഒരു ഏരിയയിൽ 100 ml എത്ര എമൗണ്ട് ഓഫ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എത്ര എമൗണ്ട് ഓഫ് ഓക്സിജനെ ഡെലിവർ ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. 100 ml നമുക്കറിയാം 5 ml ഓഫ് ഓക്സിജൻ, 100 ml ഓഫ് ഓക്സിജനേറ്റഡ് ബ്ലഡ്, 100 ml ഓക്സിജനേറ്റഡ് ബ്ലഡ് 5 ml ഓഫ് ഓക്സിജനെ ടിഷ്യൂസിലേക്ക് ഡെലിവർ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ. ആ കാര്യം മാത്രമേ നമുക്കറിയുള്ളൂ. പക്ഷേ ഇതിൽ ഒരു കാൽക്കുലേഷൻ കൂടെ വേണമെങ്കിൽ ഞാൻ പറയാം. ദാറ്റ് ഈസ് ഓക്കെ. ഇത് ഒന്ന് രണ്ട് എക്സാമിനേഷനിൽ ചോദിച്ചിട്ടുണ്ട്, എസ്പെഷ്യലി പഴയ നീറ്റിലും ചോദിച്ചു കണ്ടിട്ടുണ്ട്. സോ അത് വേണമെങ്കിൽ നിങ്ങൾ നോട്ട് ചെയ്യാം. നമുക്ക് അറിയേണ്ട കാര്യം ഇതിന്റെ ആൻസർ ആണ് 1 gram ഹീമോഗ്ലോബിൻ. 1 gram ഹീമോഗ്ലോബിൻ അറൗണ്ട് 1.34 ml ഓഫ് ഓക്സിജൻ അതിലുണ്ട്. 1.34 ml ഓഫ് ഓക്സിജൻ. നമുക്കറിയാം 100 ml ഓഫ് നമ്മളെ ഹീമോഗ്ലോബിൻ നോർമൽ കൗണ്ട് എന്ന് പറയുന്നത്, നോർമൽ ഹീമോഗ്ലോബിൻ കൗണ്ട് എത്രയാ? നോർമൽ HB കൗണ്ട് എന്ന് പറയുന്നത് 12 to 16 അല്ലേ, 12 to 16 gram per 100 ml. 12 to 16 gram per 100 ml. നമ്മൾ ഇതൊരു 15 gram ആയിട്ട് അസ്യൂം ചെയ്യാണ്. 15 gram. സോ 15 gram ആണെങ്കിൽ നമുക്ക് ടോട്ടലി എത്ര ഉണ്ടാവും? അതായത് ഈ ഒരു 100 ml ടോട്ടലി എത്ര ഓക്സിജൻ ഉണ്ടാവും? ഒബ്വിയസ്ലി നമുക്ക് ഈ 12 to 16 gram into 1.34 ചെയ്താൽ മതി അല്ലേ. സോ ദാറ്റ് ഈസ് ഓക്സിജൻ in 100 ml. Oxygen in 100 ml is equal to
യെസ്, എത്രയാ? 15, അതായത് ഹീമോഗ്ലോബിൻ ഇൻറ്റു 1.34 ml ആയിരിക്കും. ദാറ്റ് വിൽ ബി ആൾമോസ്റ്റ് 19.4 ആണ്. ദാറ്റ് ഈസ് 20 ml ഓഫ് ഓക്സിജൻ ആണ് നമുക്ക് ആൻസർ കിട്ടുക. സോ ഐ മീൻ 100 ml ഹീമോഗ്ലോബിൻ, ഇത് ഞാൻ പറഞ്ഞ കണക്കാണ്. 100 ml ഹീമോഗ്ലോബിൻ 20 ml ഓഫ് ഓക്സിജനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അക്കോർഡിംഗ് ടു NCERT ഡെലിവർ ചെയ്യുന്ന സമയത്ത് 5 ml ഓഫ് ഓക്സിജൻ ആണ് ടിഷ്യൂസിലേക്ക് ഡെലിവർ ചെയ്യുക. ബാക്കി 15 ml അവിടെ തന്നെ കീപ്പ് ചെയ്യും. എന്തിനാണത്? അത് നമ്മൾ പറഞ്ഞിരുന്നു. നമ്മുടെ ഹെവി ഫിസിക്കൽ എക്സസൈസ് ഒക്കെ നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതിന് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അത് നമ്മൾ എന്ത് ചെയ്യാം, യൂസ് ചെയ്യാം. അപ്പോൾ ക്ലിയർ അല്ലേ? ദാറ്റ്സ് ഇറ്റ്. ഓക്കെ ഫൈൻ. സോ ദാറ്റ്സ് ഇറ്റ്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ന്യൂമോടാക്സിസ് ആൻഡ് ഇൻഹിബിറ്ററി സെന്റേഴ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ന്യൂമോടാക്സിക്സ് ആൻഡ് ഇൻഹിബിറ്ററി സെന്റർ എന്ന് പറയുമ്പോൾ ന്യൂമോടാക്സിക് സെന്റർ ആണ്. ന്യൂമോടാക്സിക് സെന്റർ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോൺസിൽ കാണുന്ന ന്യൂമോടാക്സിക് സെന്റർ. ഇൻഹിബിറ്ററി സെന്റേഴ്സ് ഒക്കെ ഉണ്ട്. ഇതൊക്കെ കാണുകയാണെങ്കിൽ ദാറ്റ് ഇസ് ഒബ്വിയസ്ലി കൺസേൺ വിത്ത് റെസ്പിറേഷൻ അല്ലേ. ദ റെസ്പിറേറ്ററി സെന്റർ ഇൻ ദ ബ്രെയിൻ ഈസ് സ്റ്റിമുലേറ്റഡ് ബൈ, ദാറ്റ് ഈസ് നമുക്കറിയാം റെസ്പിറേറ്ററി സെന്ററിൽ ഓക്സിജൻ എന്തായാലും റോൾ ഇല്ല. സോ O2 എന്നുള്ളത് നമുക്ക് ഒഴിവാക്കാം. ഇനി നമുക്ക് നോക്കേണ്ടത് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ എവിടെ വരും, അതായത് സോ ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ഇതിൽ എവിടെ വരും? സോ ദാറ്റ് ഈസ് O2 കോൺസെൻട്രേഷൻ വീനസ് ബ്ലഡ് ആണോ അതോ O2 കോൺസെൻട്രേഷൻ ഇൻ ആർട്ടീരിയൽ ബ്ലഡ് ആണോ വരിക? യെസ്, O2 കോൺസെൻട്രേഷൻ ഇൻ വീനസ് ബ്ലഡിന് എന്തെങ്കിലും റോൾ ഉണ്ടാവുമോ? കാരണം വീനസ് ബ്ലഡിൽ കാര്യമായിട്ടുള്ളത് കാർബൺ ഡൈ ഓക്സൈഡ് തന്നെയാണ് വീനസ് ബ്ലഡിൽ അല്ലേ. പക്ഷേ ആർട്ടീരിയൽ ബ്ലഡ്, ആർട്ടറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായി കഴിഞ്ഞാൽ ദാറ്റ് ഈസ് എൻ ഇഷ്യൂ. ഇത് NCERT കൊടുത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൊടുത്തിട്ടുണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് കീമോ സെൻസിറ്റീവ് ഏരിയ അല്ലെങ്കിൽ കീമോ സെൻസിറ്റീവ് റിസപ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് അയോട്ടിക് ആർച്ച് ആൻഡ് കരോട്ടിഡ് ആർട്ടറി അല്ലെ. NCERT കൊടുത്ത സാധനമല്ലേ കരോട്ടിഡ് ആർട്ടറി. ഇത് രണ്ടും ആർട്ടറീസ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾക്ക് അറിയില്ലേ? സോ ബോത്ത് ഓഫ് ദീസ് ആർ ആർട്ടറീസ് ആയതുകൊണ്ട് ഈ ആർട്ടറിയിൽ കാർബൺ ഡൈ ഓക്സൈഡ് കയറി കഴിഞ്ഞാലാണ് നമ്മുടെ ബോഡിയിൽ പ്രശ്നം. കാരണം ആർട്ടറിയിൽ കാര്യമായിട്ടുള്ളത് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ആണ്. ആർട്ടറിയിലെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, ഹോപ്പ് യു റിമെമ്പർ, ഓക്സിജനേറ്റഡ് ബ്ലഡ് ആണ് ആർട്ടറി. അതിൽ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എന്ന് പറയുന്നത് 95ഉം പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറയുന്നത് 40ഉം ആണെന്ന് പഠിച്ചിട്ടുണ്ട്. സോ ഈ 40യിൽ കൂടി ഒരു 45-50 റേഞ്ചിൽ എത്തുമ്പോഴാണ് നമ്മുടെ കീമോസെൻസിറ്റീവ് ഏരിയ, ദാറ്റ് ഈസ് കീമോസെൻസിറ്റീവ് റിസപ്റ്റേഴ്സ് അസോസിയേറ്റഡ് വിത്ത് അയോട്ടിക് ആർച്ചും കരോട്ടിഡ് ആർട്ടറിയും stimulate ചെയ്യുള്ളൂ. ആൻഡ് both these are artery. So the answer will be carbon dioxide concentration in arterial blood. This will be the answer. Okay, ഇങ്ങനത്തെ indirectly question ഒക്കെ നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. Okay, so pay attention. So next we have SARS എന്ന് കേട്ടില്ലേ നിങ്ങൾ? SARS ഈസ് എന്നാണ് ചോദിച്ചത്. ഓക്കെ, ഇതൊരു ഔട്ട് ഓഫ് NCERT ക്വസ്റ്റ്യൻ തന്നെയാണ്, കുഴപ്പമില്ല. പക്ഷേ ദിസ് ഈസ് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഇത് നമ്മുടെ ഇപ്പോഴത്തെ 2004 ചോദിച്ച ചോദ്യമാണ്. സാർസ് അന്നേ നമ്മുടെ എയിംസുകാർ ഈ കൊറോണ വൈറസ് കണ്ടോ, കൊറോണ വൈറസ് എന്നുള്ള സാധനം ഇതിലുണ്ട്. ഓക്കെ, ആക്ച്വലി സ്പീക്കിംഗ് കൊറോണ വൈറസ് എന്നുള്ളത് കുറച്ച് കാലം മുന്നേ വരെ സാധാരണ ഒരു കോമൺ കോൾഡ് അസുഖം കോസ് ചെയ്യുന്ന ഒരു വൈറസ് എന്നുള്ള രീതിയിലായിരുന്നു അഡ്രസ് ചെയ്തുകൊണ്ടിരുന്നത്. ഓക്കെ, സോ ഇത്രയും സ്പ്രെഡിങ് ആയിട്ടുള്ള കൊറോണ വൈറസ് വേൾഡ് കംപ്ലീറ്റ് സ്പ്രെഡ് ചെയ്യുന്ന കൊറോണ വൈറസ് ഇപ്പോഴാണ് റിപ്പോർട്ട് ചെയ്തത് അല്ലേ. സോ ആക്ച്വലി സ്പീക്കിംഗ് അതിന്റെ മുന്നേ ഈ എയിംസുകാർ ഇത് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് കോമഡി. ഓക്കെ, ദാറ്റ് ഈസ് കോസ്ഡ് ബൈ വേരിയന്റ് ഓഫ് കോമൺ കോൾഡ് വൈറസ്, ദാറ്റ് ഈസ് കൊറോണ വൈറസ്. സാർസ് വൈറസിന്റെ ഒരു പർട്ടിക്കുലർ ടൈപ്പ് ആണ് നമ്മുടെ കൊറോണ വൈറസ്. സോ ദാറ്റ്സ് ഇറ്റ്. നൗ 9th ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് കറക്റ്റ് എന്നാണ് ചോദിച്ചത്. നോക്കാം, നമുക്ക് ആസ്മ നോക്കാം. ആസ്മ എക്സസീവ് സെക്രീഷൻ ഓഫ് ബ്രോങ്കിയൽ മ്യൂക്കസ്. തെറ്റാണ്. ആസ്മയിൽ അങ്ങനെ എക്സസീവ് സെക്രീഷൻ അല്ല, ഇൻഫ്ലമേഷൻ ഓഫ് ബ്രോങ്ക്യൂൾസ് ആണ് വരുന്നത് അല്ലെ. സിലിക്കോസിസ് ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോളെ, ആക്ച്വലി അതും തെറ്റാണ്. നമുക്ക് NCERT കറക്റ്റ് പറഞ്ഞിട്ടില്ല, എന്നാലും നിങ്ങൾ അറിയാം നമ്മുടെ ഈ സിലിക്കോസിസിലൊക്കെ പ്രശ്നം ആക്ച്വലി നമ്മുടെ ഈ ലങ് പാരൻകൈമ, അതായത് ലങ്ങിലെ ഈ ടിഷ്യൂസിലേക്കാണ് പ്രശ്നം അല്ലെ. ലങ്ങിലെ ടിഷ്യൂസിലാണ് പ്രശ്നം വരുന്നത്. സോ ഇൻഫ്ലമേഷൻ ഓഫ് ആൽവിയോളസിലൊന്നല്ല, ഫുൾ ലങ് ടിഷ്യൂസിനെ ബാധിക്കുന്ന ഒരു അസുഖം. ഫൈബ്രോസിസ് എന്ന് പറഞ്ഞ കണ്ടീഷൻസിലേക്കാണ് ഈ സിലിക്കോസിസ്. ഒക്കുപേഷണൽ ലങ് ഡിസീസിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് proliferation of fibrous tissue ആണ് നടക്കുന്നത്. സോ ദാറ്റ് ഈസ് ഫാൾസ്. ന്യൂമോണിയ ഒക്കുപേഷണൽ ലങ് ഡിസീസ്. ന്യൂമോണിയ ആക്ച്വലി ഒരു ഒക്കുപേഷണൽ ലങ് ഡിസീസ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നില്ല. ന്യൂമോണിയ ഒരു ഇൻഫെക്റ്റീവ് ബാക്ടീരിയൽ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്നതാണ്. നൗ എംഫിസിമ റിഡക്ഷൻ ഓഫ് സർഫസ് ഏരിയ ഓഫ് ആൽവിയോള ആൻഡ് ബ്രോങ്കി, അത് ശരിയായ സ്റ്റേറ്റ്മെന്റ് ആണ് അല്ലേ. ആൽവിയോള ആണ് സ്പെസിഫിക്, ബ്രോങ്കയും ആകാം.
Okay, so that's it, fine. Now 10th question നോക്കാം. 10th question, that is okay, when a man inhale air containing normal concentration of O2 as well as carbon monoxide, he suffers from suffocation because എന്നാണ് ചോദിച്ചത്. നമുക്കറിയാം ഓക്സിജനും ഉണ്ട് കാർബൺ മോണോക്സൈഡും ഉണ്ട്. നമ്മൾ HB ആരുമായിട്ടാണ് ബൈൻഡ് ചെയ്യുക? അഫിനിറ്റി കാർബൺ മോണോക്സൈഡ് 300 ടൈംസ് ആൾമോസ്റ്റ് കൂടുതലാണ്. സോ ഒബ്വിയസ്ലി ആൻസർ വിൽ ബി ഹീമോഗ്ലോബിൻ കമ്പൈൻസ് വിത്ത് CO ഇൻസ്റ്റെഡ് ഓഫ് O2 ആൻഡ് ഫോംസ് കാർബോക്സി ഹീമോഗ്ലോബിൻ. നമ്മൾ പറഞ്ഞതാണ്. ഓക്കെ, കാർബോക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ നടക്കുന്നുണ്ട്. ദാറ്റ് കാർബോക്സി ഹീമോഗ്ലോബിൻ ഒരു റിവേഴ്സിബിൾ ആയിട്ടുള്ള ഒരു കോമ്പൗണ്ട് ആണ്. ദാറ്റ്സ് ദ റീസൺ വൈ വാട്ട് ഹാപ്പൻസ് നമ്മുടെ യെസ് ദിസ് ഇഷ്യൂ അല്ലേ, കാർബോക്സി ഈ ഒരു നമ്മുടെ കാർബൺ മോണോക്സൈഡ് പോയിസണിങ് എന്ന് പറയുന്നത് ഒരു സൈലന്റ് കില്ലർ ആയിട്ടാണ് പറയുന്നത് കേട്ടോ. കാർബൺ മോണോക്സൈഡ് പോയിസണിങ് പെട്ടെന്ന് നമ്മൾ അറിയാതെ ബോധം പോയിട്ട് ആ പേഷ്യന്റ് സൈനോസിസ് പോലുള്ള കണ്ടീഷനിലേക്ക് പോയിട്ട് സൈനോസിസ് ബ്ലൂയിഷ് ഡിസ്കളറേഷൻ ആയിട്ട് പെട്ടെന്ന് ഡെത്ത് സംഭവിക്കുകയാണ് ചെയ്യുക. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Now respiration is controlled by, നമുക്കറിയാം respiration is controlled by നമ്മുടെ മെയിൻലി മെഡുല ഒബ്ലോങ്കേറ്റ ആണ്. നമ്മുടെ ഇൻവോളണ്ടറി ആയിട്ടുള്ള യൂഷ്വൽ കാര്യങ്ങളൊക്കെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന നമ്മുടെ ബോഡിയിലെ പാർട്ട് എന്ന് പറയുന്നത് മെഡുല ഒബ്ലോങ്കേറ്റ തന്നെയാണ്. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. Now കീമോ സെൻസിറ്റീവ് ഏരിയനെ പറ്റിയാണ് ചോദിച്ചത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് കീമോ സെൻസിറ്റീവ് ഏരിയ ഈസ് അഫക്റ്റഡ് ബൈ എന്നാണ് ചോദിച്ചത്. വളരെ സിമ്പിൾ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് പറയാം എന്തായാലും ഓക്സിജൻ ഉള്ള ആളുകളെ നമുക്ക് ഒഴിവാക്കാം. ഓക്സിജൻ എന്തായാലും റോളില്ല. ഈ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാലാണോ, ഐ മീൻ CO2 പ്ലസ് CO2 ആൻഡ് H പ്ലസ് കൂടിക്കഴിഞ്ഞാലാണ് സാധാരണഗതിയിൽ ഈ പ്രശ്നം അല്ലേ. സോ കൂടിയാലാണ് പ്രശ്നം. സോ കൂടിയാലാണ് എന്ത് സ്റ്റിമുലേറ്റ് ചെയ്യുക? നമ്മുടെ ഈ കെമോ സെൻസിറ്റീവ് ഏരിയ ഓഫ് റെസ്പിറേറ്ററി സെന്റർ, ദാറ്റ് ഈസ് excess CO2 and H plus ion will be the answer. Excess CO2 and H plus will be the answer. Okay, so that's it. നെക്സ്റ്റ് നമുക്ക് നോക്കാം. നെക്സ്റ്റ് ദാറ്റ് ഈസ് 13th ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ, ഓക്സിജൻ ബൈൻഡിങ് ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ് ഈസ് എന്നാണ് ചോദിച്ചത്. ഈസ് O2. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. നമ്മൾ പറഞ്ഞതാണ് ഓക്സിജൻ ബൈൻഡിങ് കപ്പാസിറ്റി. ഓക്സിജൻ ബൈൻഡിങ് ഓഫ് ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആണ്. ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷനും കാർബൺ ഡൈ ഓക്സൈഡുമായിട്ടുള്ള റോൾ എന്താ? ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലേ. സോ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് CO2. CO2 കൂടിക്കഴിഞ്ഞാൽ, അതായത് ടിഷ്യൂസിൽ അല്ലേ, ടിഷ്യൂ ലെവലിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടിഷ്യൂ ലെവലിലെ പ്രശ്നം കാർബൺ ഡൈ ഓക്സൈഡ് നല്ല കൂടുതലാണ്. അപ്പോൾ ഓക്സി ഹീമോഗ്ലോബിൻ സ്പ്ലിറ്റ് ചെയ്യാണ് ചെയ്യുക. ഇനി ആൽവിയോളസിന്റെ അഡ്വാൻറ്റേജ് എന്താ? ആൽവിയോളസിൽ ഓക്സിജൻ അളവ് കൂടുതലാണ്. സോ ഓക്സി ഹീമോഗ്ലോബിൻ ഫോർമേഷൻ ആണ് നടക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ദാറ്റ്സ് ഫൈൻ. Now what is the oxidation state of iron in the hemoglobin? നമ്മൾ പഠിച്ചിട്ടുണ്ട് Fe2+, അതായത് ഫെറസ് സ്റ്റേറ്റിലാണ്. ഫെറസ് സ്റ്റേറ്റ് ക്ലിയർ അല്ലേ? Now 15th question, carbon dioxide diffuses into blood from tissue site and passes to alveolar site in the formation of എന്നാണ് ചോദിച്ചത്. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ നോക്കുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ടിഷ്യൂ സൈറ്റിൽ അതായത് മേജർ സാധനങ്ങളായിരിക്കും നോക്കേണ്ടത്. സോ നമ്മൾ പറഞ്ഞു കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ, ദാറ്റ് ഈസ് കാർബൺ ഡൈ ഓക്സൈഡ് ട്രാൻസ്പോർട്ടേഷൻ ഈസ് മെയിൻലി ഹാപ്പനിങ് by HCO3 minus and the percentage is 70%. Okay, ഇതിൽ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ഓപ്ഷൻ ആണ് നോക്കേണ്ടത്. സോ ബൈകാർബണേറ്റ് അങ്ങനെ ഓപ്ഷൻ ഉണ്ടല്ലോ. സോ ദാറ്റ് ഈസ് ഫൈൻ, എ ഓപ്ഷൻ. ഇത് തെറ്റാണ്. 20 to 25% കാർബാമിനോ ഹീമോഗ്ലോബിൻ ആണ്. സോ അത് തെറ്റാണ്. കാർബാമിനോ അതും തെറ്റാണ്. കാർബാമിനോ 7% അല്ല, പ്ലാസ്മയാണ് 7%. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. Now hiccups can be, hiccups എന്ന് പറഞ്ഞാൽ നമ്മൾ എക്കട്ട് എന്ന് പറയുന്ന കാര്യം അല്ലേ. എക്കട്ട്, വാട്ട് ഈസ് ദിസ് ഹിക്കപ്സ് എന്ന് പറയുന്ന സംഭവം? ആക്ച്വലി ഹിക്കപ്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ പറയും ഹിക്കപ്സ് എന്ന് പറയുന്ന ഒരു സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ആണ്. സ്പാസ് എന്ന് പറഞ്ഞാൽ പെട്ടെന്നുള്ള കൺട്രാക്ഷൻ ആണ്. സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം ആൻഡ് അതർ റെസ്പിറേറ്ററി മസിൽ. പെട്ടെന്ന് നമ്മൾ റെസ്പിറേറ്ററി മസിൽ കൺട്രാക്ട് ചെയ്യാണ്. അങ്ങനെ പ്രൊഡ്യൂസസ് ആൻ ഇൻസ്പിറേഷൻ sudden inspiration ആണ്. ഇൻസ്പിറേഷൻ during which glottis closes suddenly. നിങ്ങൾക്ക് ഈ ഒരു എക്കട്ട് എങ്ങനെയാണ് വരുന്നത് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലേ. സോ that is the reason I mean ഈ ഒരു സ്പാസ്മോഡിക് കൺട്രാക്ഷൻ ഓഫ് ഡയഫ്രം during what spasmodic contraction of diaphragm and other respiratory muscles can produce an inspiration. So inspiration ആണ്, sudden ആയിട്ടുള്ള ഒരു ഇൻസ്പിറേഷൻ ആണ് നടക്കുന്നത്. That is the reason why what is produced. So ഇതില്
ഇൻസ്പിറേഷൻ എന്നുള്ള ഹെഡിങ് പോയിന്റ് ആണ് നമ്മൾ നോക്കേണ്ടത്. ഇന്റർകോസ്റ്റ് എക്സ്പിറേഷൻ അല്ല, ഫോഴ്സ്ഫുൾ കൺട്രാക്ഷൻ ഓഫ് ഇന്റർകോസ്റ്റൽ മസിൽസ് ഡ്യൂറിങ് ഡീപ് ബ്രീത്തിങ് അതുമല്ല, വൈബ്രേഷൻ ഓഫ് സോഫ്റ്റ് പാലറ്റ് ഒരിക്കലും അല്ല. സോ ആൻസർ ഈസ് ജെർക്കി ഇൻകംപ്ലീറ്റ് ഇൻസ്പിറേഷൻ. ഓക്കെ, ആൻഡ് ഇത് ഒരു ഷോർട്ട് ഡ്യൂറേഷൻ ആണ്. സാധാരണ നമ്മൾ എന്ത് ചെയ്താൽ മതി, ബ്രെത്ത് ഹോൾഡ് ചെയ്താൽ തന്നെ ശരിയാവും. മീൻസ് ഓക്കെ, ഈ ഒരു ഇഷ്യൂ ശരിയാകാറുണ്ട് സാധാരണ. അല്ലെങ്കിൽ നല്ല വെള്ളം കുടിക്കുക അല്ലെ. ഈവൻ ചില ബ്രെയിൻ കോഴ്സിലും സാധാരണ ഇത് വരാറുണ്ട്. ഓക്കെ, ബ്രെയിനിലെ കുറേ ഇഷ്യൂസിൽ. സോ ദാറ്റ് ഈസ് സഡൻ ആയിട്ടുള്ള ഒരു ഇഷ്യൂ ആണ്. സോ ദ ഗ്ലോട്ടിസ് ക്ലോഷർ ആണ് ഇതിന്റെ ഈ ഒരു സൗണ്ട്. ഗ്ലോട്ടിസ് ക്ലോസ് ചെയ്യുന്നതുകൊണ്ടാണ് ഈ ഒരു ഒച്ച വരുന്നത്. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. ഈക്കിട്ട് ഇൻസൈഡ്, ഈവൻ ഇൻസൈഡ് ദ മദേഴ്സ്, നമ്മുടെ മദറിന്റെ വോമ്പിനകത്തും ഈക്കിട്ടൊക്കെ വരാറുണ്ട്, ഹിക്കപ്സ് വരാറുണ്ട് എന്ന് പറയാറുണ്ട് കേട്ടോ. നൗ അനാറ്റമിക്കൽ ഡെഡ് സ്പേസ് നമ്മൾ പറഞ്ഞത്, അനാറ്റമിക്കൽ ഡെഡ് സ്പേസിന്റെ വോളിയം 150 ml അല്ലേ. ദാറ്റ് ഈസ് 500 ml ടോട്ടൽ ഉള്ളത്. അതിലെ 150 ml ആ കണ്ടക്ടിങ് സോണിൽ നിൽക്കുന്നു. ബാക്കി 350 ml ആണ് എക്സ്ചേഞ്ച് പാർട്ടിലേക്ക് പോകുന്നത് എന്നുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ദാറ്റ്സ് ഫൈൻ. നൗ the 18th one, the ventilation movements of the lungs in mammals are governed by. ഇത് നമ്മൾ പറഞ്ഞ കാര്യം. വെന്റിലേഷൻ മൂവ്മെന്റ്സ്, അതായത് റെസ്പിറേഷൻ നടക്കുന്നത് ഡയഫ്രം മസിലുണ്ട്, കോസ്റ്റൽ മസിലുണ്ട്. സോ ദ ആൻസർ വിൽ ബി ബോത്ത് ബി ആൻഡ് സി. സോ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നീറ്റിൽ ചോദിച്ചത്, എയിംസിൽ ചോദിച്ചത്. ഈ ക്വസ്റ്റ്യൻസ് ജസ്റ്റ് ഒന്ന് നോക്കുന്നത് വളരെ നല്ല കാര്യം. ചിലപ്പോൾ ഔട്ട് ഓഫ് NCERT ചോദിക്കാൻ സാധ്യത ഉണ്ടെങ്കിൽ ഇത്തരം എയിംസ് ക്വസ്റ്റ്യൻസ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ഓൺ ടു സർട്ടൻ NEET entrance previous questions.